ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വലിയ കോവക്ക കൊണ്ടുവന്നിനെ. സാധാരണ ഇത്ര വലുപ്പത്തിലുള്ള കോവക്ക കിട്ടലില്ല. ഇത് ഈ പരിസരത്ത് എവിടുന്നോ പറിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നി ഇതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അതിനായിട്ട് ഞാനിതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ ഇത് കട്ട് ചെയ്ത് കാണാൻ? ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ? ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. നിങ്ങൾക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ടോളി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇവിടെ പിന്നെ കോൺഫ്ലവർ നോക്കിയപ്പോൾ കണ്ടില്ല, അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ നേരിട്ട് അപ്പം തന്നെ പൊരിച്ചെടുത്താലും മതി, ഒരു കുഴപ്പമില്ല. ഞാൻ അപ്പം തന്നെ പൊരിക്കുന്നുണ്ട്. ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ നിരത്തിയാണ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരൊറ്റ ട്രിപ്പിനേ ഉള്ളൂ പൊരിക്കാൻ, ഞാൻ അത്രേ എടുത്തുള്ളൂ. അപ്പോൾ അതാ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് ആയി കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മറിച്ചിട്ട് കേട്ടോ. ഇത് ഈ സ്പൂൺ കൊണ്ടൊന്നും കോരിയിട്ട് കിട്ടുന്നില്ല, ഞാൻ കുറേ സമയം എടുത്താണ് ഇത് തിരിച്ചു കൊടുത്തത്. അപ്പോൾ അതാ ഇതുപോലെ നല്ല ഒരു മൊരിഞ്ഞ് വരണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ കഷ്ടപ്പെട്ടിട്ടായാലും എല്ലാം ഇതാ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോവക്ക ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പി അതിലേക്കവിടെ വെച്ച് തിന്നാൽ മതി. അപ്പോൾ അതാ ഞാൻ ചോറൊക്കെ വിളമ്പി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോവക്ക ഫ്രൈ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ചുറ്റുമുള്ളതൊന്നും നമുക്ക് വേണ്ടി വരില്ല, ഇത് മാത്രം മതി. എല്ലാവരും ഉണ്ടാക്കി വെക്കണേ. എന്നാ ശരി.